ഹലോ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ആൾ ഗായ്സ്. അപ്പം നമ്മുടെ ഇന്നത്തെ ഔട്ട്ഫിറ്റ് സാരിയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ സാരീൻ്റെ കളർ റെഡാണ്. അപ്പം നമ്മുടെ കുഞ്ഞാറ്റിൻ്റെ സാരീൻ്റെ കളർ യെല്ലോ, നമ്മുടെ പൈങ്കിളി ഗ്രീനും ആണ് കേട്ടോ. അപ്പം നമ്മൾ ഇന്നൊരു സ്ഥലത്തേക്ക് പോവുകയാണ്. അപ്പം നമ്മുടെ ഓട്ടോ ഇതാ വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ആദ്യം തന്നെ ഓട്ടോയിലേക്ക് കയറാം. അങ്ങനെ ഇപ്പം നമ്മുടെ സ്ഥലത്ത് നമ്മൾ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ കൂടെ അമ്മച്ചിയും മമ്മയും കുഞ്ഞാറ്റിയും പൈങ്കിളിയും എല്ലാവരും ഉണ്ട്. അപ്പം നമ്മൾ വന്നിട്ടുള്ളത് മാനികാവ് ശ്രീ സ്വയംഭൂ മഹാശിവക്ഷേത്രത്തിലേക്കാണ് കേട്ടോ. അപ്പം നമ്മുടെ എൻട്രൻസിലാണ് നിൽക്കുന്നത്. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് നമ്മൾ അമ്പലത്തിലേക്ക് വന്നിട്ടുള്ളത്. അപ്പം നമുക്ക് ആദ്യം പോയി ഫുഡ് വേസ്റ്റ് എല്ലാം റിമൂവ് ചെയ്യാം. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് കേട്ടോ നമ്മുടെ കുരങ്ങൻ്റെ അഭ്യാസ പ്രകടനം നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മുടെ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ തന്നെ നവീകരണത്തിൻ്റെ കാര്യമൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ശിവൻ്റെയും ശങ്കരാചാര്യരുടെ ഫ്ലെക്സൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഗായ്സ്, ഇപ്പം മാർച്ച് ഫസ്റ്റ് വീക്കിൽ നമ്മുടെ അമ്പലത്തിൽ നവീകരണ കലശവും ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വലിയൊരു മഹോത്സവം തന്നെയായിരുന്നു. അപ്പോൾ ആ ഒരു വീക്ക് നമ്മൾ എന്തായാലും അമ്പലത്തിൽ നമുക്ക് വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എല്ലാം കഴിഞ്ഞിട്ട് ഇന്നാണ് നമ്മൾ അമ്പലത്തിൽ വന്നിട്ടുള്ളത്. ഇന്ന് സൺഡേ ആണ് കേട്ടോ. അങ്ങനെ അമ്മച്ചീൻ്റെ കൂടെ ഇവിടെ ഇരിക്കുന്ന സമയത്താണ് ഗായ്സ് അപ്പം ഞാൻ ഈ തേനീച്ചക്കൂട് കാണുന്നത്. അപ്പം നമ്മുടെ ആ മരത്തിൽ നിറച്ചും തേനീച്ചക്കൂടാണ്. പിന്നെ ഒരു കുരങ്ങൻകുട്ടൻ വന്നിട്ട് അവിടുന്ന് വെള്ളം കുടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ അമ്പലത്തിൻ്റെ വലിയൊരു പ്രത്യേകതയാണ് എപ്പോഴും എന്താണ് കുരങ്ങന്മാരുണ്ടാവും കേട്ടോ. ചെല്ലുന്ന പാടെ നമ്മൾ ആദ്യം കാണുന്നത് നമ്മുടെ കുരങ്ങന്മാരെയാണ്. അപ്പോൾ സൺഡേ അതുപോലെ സാറ്റർഡേ നല്ല തിരക്കുള്ള ദിവസമായിരിക്കും. ചില സാറ്റർഡേ നമുക്ക് അമ്പലത്തിലേക്ക് കയറാൻ പോലും പറ്റില്ല. അപ്പം നമ്മളിന്ന് സൺഡേ ആണ് വന്നത്. ഇന്ന് നല്ല തിരക്കുണ്ട് കേട്ടോ ഗായ്സ്. ഇപ്പം നമ്മുടെ അമ്പലം മുഴുവനും പുതുക്കി പണിഞ്ഞിട്ടുണ്ട്. ചുറ്റുമതിൽ ഒരുപാട് പ്രതിഷ്ഠകൾ, ഓഫീസ്, നമ്മുടെ അമ്പലത്തിൻ്റെ എൻട്രൻസ് എല്ലാം മാറ്റി അടിപൊളി ആക്കിയിട്ടുണ്ട്. പക്ഷേ എനിക്കിതിനോട് തീരെ താല്പര്യമില്ല. നമ്മുടെ അമ്പലത്തിൻ്റെതായ ഒരു ഭംഗിയുണ്ടായിരുന്നു. വയലിൻ്റെ നടുക്കുള്ള ഒരു കുഞ്ഞു അമ്പലമായിരുന്നു നമ്മുടെ അമ്പലം. ചുറ്റും താമരക്കുളവും തീർത്ഥം ഒഴുകുന്ന വഴിയും ഒക്കെ ആയിട്ട്. പക്ഷേ ഇപ്പം എല്ലാം കൂടി പണിതിട്ട് ശരിക്കും പറഞ്ഞാൽ അമ്പലത്തിൻ്റെ ഭംഗി, ആദ്യം ഉണ്ടായിരുന്ന ഭംഗി മുഴുവനും കളഞ്ഞു കേട്ടോ. അത് വലിയൊരു വിഷമാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ മെയിൻ എൻട്രൻസ്. അല്ലാതെ 2 എൻട്രൻസ് ഉണ്ട് ഗായ്സ്. ഇപ്പം ഞാനും അമ്മച്ചിയും കൂടി ഇരുന്നില്ലേ, ആ ഒരു ഏരിയയിൽ നിന്നായിരുന്നു നമ്മുടെ എൻട്രൻസ് ആദ്യം. പിന്നെ അവിടെയായിരുന്നു ഓഫീസൊക്കെ വന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പം അതെല്ലാം ഈ സൈഡിലേക്ക് മാറ്റി കേട്ടോ. അപ്പം നമ്മൾ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, വേഗം പോയി പ്രാർത്ഥിച്ചിട്ട് വരാം. അപ്പം ഞാനും കുഞ്ഞാറ്റിയും അമ്മ എല്ലാവരും കൂടെ പ്രാർത്ഥിച്ച് നമ്മൾ ചന്ദനം എല്ലാം തൊട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് പ്രതിഷ്ഠകളെല്ലാം വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ അവിടെ പ്രാർത്ഥിക്കാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ നമ്മൾ നിൽക്കുന്ന സമയത്താണ് നമ്മൾ അർജുൻകുട്ടനെ കണ്ടത്. രക്ഷസിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചിട്ട് വരുമ്പോഴാണ് കേട്ടോ ഈ കാണുന്ന മരമില്ലേ, മരത്തിൻ്റെ ചോട്ടിൽ നമ്മുടെ ഗുളികത്തറയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഏരിയയിൽ നിന്നായിരുന്നു ഈ കണ്ടില്ലേ ഈ ഒരു വഴി, ഇവിടെ ആയിരുന്നു ശരിക്കും നമ്മുടെ അമ്പലത്തിൻ്റെ എൻട്രൻസ്. അപ്പം നമ്മൾ ഇവിടെ കാലെല്ലാം കഴുകിയിട്ടായിരുന്നു ഡയറക്റ്റ് കയറുന്നത്. ഗായ്സ്, ഇപ്പം നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരുപാട് മാറ്റങ്ങളാണ് നമ്മുടെ അമ്പലത്തിൽ ഇപ്പോൾ വന്നിട്ടുള്ളത്. മാത്രമല്ല ഫുള്ളി ഇൻ്റർലോക്ക്ഡ് ആയതുകൊണ്ട് തന്നെ ഈ വെയിലത്ത് നമുക്കിവിടെ നിൽക്കാൻ പറ്റുന്ന കാര്യമല്ല കേട്ടോ. കാലെല്ലാം ഭയങ്കരമായിട്ട് പൊള്ളുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ എല്ലാവരോടും പ്രാർത്ഥിച്ചിട്ട് ഇപ്പം സർപ്പക്കാവിലേക്ക് പോവുകയാണ് കേട്ടോ. ഗായ്സ്, ഇപ്പം നമ്മുടെ അമ്പലത്തിൻ്റെ കാര്യം പറയുവാണെങ്കിൽ ഏകദേശം 4000 വർഷം പഴക്കമുണ്ട് നമ്മുടെ മാനികാവ് അമ്പലത്തിന്. ശിവനാണ്, ശിവലിംഗമാണ് നമ്മുടെ അമ്പലത്തിൻ്റെ പ്രതിഷ്ഠ വരുന്നത്. അതുപോലെ ശിവലിംഗത്തിൻ്റെ മുകളിലേക്ക് ഏത് സമയത്തും തീർത്ഥം വന്നുകൊണ്ടേയിരിക്കും. അതുപോലെ നമ്മുടെ തീർത്ഥം വരുന്നത് നമ്മുടെ ഈ വനത്തിൻ്റെ ഉള്ളിൽ നിന്നാണ് കേട്ടോ. നമ്മുടെ തീർത്ഥത്തിൻ്റെ ഉത്ഭവസ്ഥാനം എവിടെ നിന്നാന്ന് ആർക്കും അറിയത്തില്ല. ഗംഗാ നദിയാണ് ഒഴുകി വരുന്നതെന്നാണ് എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുള്ളത്. അങ്ങനെ നമ്മളിപ്പോൾ സർപ്പക്കാവിൽ വന്നിട്ടുണ്ട്. സർപ്പക്കാവിൽ വന്ന സമയത്ത് ഒരുപാട് ആശ്വാസമുണ്ടായിരുന്നു. കാരണം ഇഷ്ടംപോലെ മരങ്ങളായിരുന്നു. നല്ല തണുപ്പുള്ള ഒരു ഏരിയയും കൂടിയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ അടിപൊളിയാണ്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ സർപ്പദൈവങ്ങളോട് പ്രാർത്ഥിക്കാം. അപ്പം നമ്മുടെ പങ്കെന്താ വരുന്നുണ്ട്, അർജുൻകുട്ടി എൻ്റെ അടുത്ത് ഇരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളിപ്പം നാഗദൈവങ്ങളോട് പ്രാർത്ഥിക്കാൻ വേണ്ടി പോവുകയാണ് ഗായ്സ്. ഇപ്പം നമ്മൾ എൻട്രൻസിൽ കയറി വരുമ്പം നമ്മുടെ കാലെല്ലാം ശുദ്ധി വരുത്തിയിട്ട് ആ തീർത്ഥജലത്തിൽ കാല് കഴുകിയിട്ടാണ് നമ്മൾ വരുന്നത്. അപ്പം നമ്മുടെ അമ്പലത്തിൻ്റെ ഉള്ളിൽ നിന്ന് ആ തീർത്ഥം വരുന്നത് പുറത്തേക്കാണ് കേട്ടോ. അപ്പോൾ ആ തീർത്ഥജലത്തിൽ കാലെല്ലാം കഴുകിയിട്ടാണ് നമ്മൾ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറുന്നത്. അങ്ങനെ നമ്മളിപ്പം സർപ്പദൈവങ്ങളോട് പ്രാർത്ഥിക്കുകയാണ് ഗായ്സ്. ഇപ്പം നമ്മുടെ സർപ്പക്കാവ് ആ കാണുന്ന സ്ഥലത്തായിരുന്നു ആദ്യം. ഇപ്പോഴാണ് ഇങ്ങോട്ട് മാറ്റിയത്. അപ്പം നമ്മുടെ അമ്പലം മുഴുവനും പുതുക്കി പണിഞ്ഞ സമയത്ത് നമ്മുടെ സർപ്പക്കാവും ഇങ്ങോട്ടേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ അവിടെയായിരുന്നു നമ്മൾ ആദ്യം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം ഇങ്ങോട്ടേക്ക് മാറ്റി. പക്ഷേ നമ്മുടെ കാടിനൊരു മാറ്റവും ഇല്ല കേട്ടോ. അന്നത്തെ പോലെ തന്നെ ഈ കാട് ഇപ്പോഴും ഉണ്ട്. ഇതുപോലെ തന്നെയായിരുന്നു നമ്മുടെ അമ്പലവും ചുറ്റും കാടും വയലിൻ്റെ നടുക്കൊരു കുഞ്ഞ് അമ്പലമായിരുന്നു നമ്മുടെ അമ്പലം. അപ്പോൾ അങ്ങനെയുള്ള അമ്പലമാണ് ഇപ്പം മുഴുവനും പുതുക്കി പണിഞ്ഞിട്ടുള്ളത്. അത് വലിയൊരു വിഷമമാണ്. പുതിയതായി കാണുന്നവർക്കത് സന്തോഷമായിരിക്കും, പക്ഷേ നമുക്ക് പണ്ടേ ഉള്ള അമ്പലം കണ്ടതുകൊണ്ട് തന്നെ നല്ല വിഷമമാണ്. അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മളിപ്പം അന്നദാനം കഴിക്കാൻ വേണ്ടി വന്നേക്കാണ് കേട്ടോ. അപ്പോൾ സാറ്റർഡേയും സൺഡേയും ഉറപ്പായും വരുന്ന എല്ലാവർക്കും അന്നദാനം ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മളെല്ലാവരും കൂടി ഇപ്പം ഫുഡ് കഴിക്കാൻ വേണ്ടിയിരുന്നു. ചോറും സാമ്പാറും തോരനും അതുപോലെ അച്ചാറുമാണ് കേട്ടോ സ്പെഷ്യലായിട്ടുള്ളത്. അങ്ങനെ നമ്മളിപ്പം ഒരു വാ കഴിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പം നമുക്ക് ഒരു വാ കഴിക്കാം. അപ്പം നമ്മൾ അധികവും വരുന്നത് സൺഡേ ആണ് കേട്ടോ. സാറ്റർഡേ ഭയങ്കര തിരക്കായിരിക്കും. അപ്പം സൺഡേ അത്ര തിരക്കുണ്ടാവില്ല, പക്ഷേ എങ്കിലും നല്ല തിരക്കാണ് കേട്ടോ. അങ്ങനെ നമ്മളെല്ലാവരും ഇപ്പം അന്നദാനം കഴിക്കുകയാണ് ഗായ്സ്. അപ്പം അന്നദാനത്തിന് പായസം ഉണ്ടാവും കേട്ടോ. അപ്പം നമുക്ക് ഇത് കഴിഞ്ഞിട്ടാണ് പായസം കിട്ടുന്നത്. അപ്പം നമ്മൾ കുറച്ച് ലാസ്റ്റാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പം നമ്മളിപ്പോൾ പായസം വാങ്ങി വന്നിട്ടുണ്ട്, കണ്ടില്ലേ. അപ്പോൾ ഇന്ന് നമുക്ക് കിട്ടിയിട്ടുള്ള പായസം കടും പായസമാണ്. അടിപൊളി പായസമായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതാ കഴിച്ചിട്ട് കഴിഞ്ഞിട്ട് പോയിട്ടുണ്ട്. അപ്പം ഞാനും കുഞ്ഞാറ്റിയാണ് ഈ ഒരു ഭാഗത്തുള്ളത്. അപ്പം നമുക്ക് വേഗം എന്ത് ചെയ്യാം, കഴിച്ചിട്ട് വരാം കേട്ടോ. അങ്ങനെ നമ്മൾ അന്നദാനം കഴിച്ച് വന്നിട്ടുണ്ട്. അപ്പം ഈ ഒരു ഏരിയയിലാണ് നമുക്ക് അന്നദാനം തരുന്നത്. ഒരു മിനി ഓഡിറ്റോറിയം ആണ് കേട്ടോ. അങ്ങനെ നമ്മളിനി നേരെ വീട്ടിലേക്ക് പോകാനുള്ള പരിപാടിയാണ്. അപ്പം നമ്മൾ നേരത്തെ കണ്ട മരമാണ്. ഇഷ്ടം പോലെ തേനീച്ചക്കൂട് ഇതാ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ കുറച്ച് ലേറ്റായി വന്നതുകൊണ്ട് തന്നെ നമ്മുടെ ഐസ്ക്രീം ചേട്ടൻ ദാ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ആ മരത്തിൻ്റെ അടുത്തായിട്ടാണ് നമ്മുടെ ചേട്ടൻ വന്ന് നിൽക്കാറുള്ളത്. അപ്പോൾ എപ്പോഴും ഫുഡ് കഴിച്ച് കഴിഞ്ഞ അവിടെ എല്ലാവരും ഐസ്ക്രീം വാങ്ങാറുണ്ട് കേട്ടോ. അപ്പം നമ്മൾ നല്ല ലേറ്റ് ആയതുകൊണ്ട് തന്നെ ദാ ഇവിടെ വന്ന് നമ്മൾ ചോക്കോബാറാണ് ഞാനും കുഞ്ഞാറ്റിയും സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പം നമ്മുടെ മമ്മയും പൈങ്കിളിയും അമ്മച്ചിയും ഫ്രൂട്ട് സലാഡാണ് കേട്ടോ സെലക്ട് ചെയ്ത്. അപ്പം നല്ല വെയിലുണ്ട്. നമ്മുടെ ഐസ്ക്രീം ചേട്ടൻ ദാ പോയി. അപ്പം നമുക്കിനി എന്ത് ചെയ്യാം, നമ്മുടെ ഇല്ലിച്ചോട്ടിലേക്ക് പോയിരിക്കുക കേട്ടോ. അപ്പം നമ്മുടെ അമ്പലത്തിലേക്ക് പോകുമ്പോഴും വരുമ്പോഴും ഒക്കെ ഒരു വലിയ കയറ്റമുണ്ട്. അങ്ങനെ നമ്മൾ ചോക്കോബാറും കഴിച്ച് ഈ വെയിലത്തോടെ ഇങ്ങനെ ഇല്ലിമര ചോട്ടിലേക്ക് ഇങ്ങനെ പോവുകയാണ് കേട്ടോ. ഗായ്സ്, ഇപ്പം നമ്മൾ ഇന്ന് ഉടുത്ത സാരീൻ്റെ കാര്യം പറയുവാണെങ്കിൽ നല്ല പടപടപ്പൻ സാരി ആയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ സാരി എത്ര പ്രാവശ്യം ഉടുക്കാൻ നോക്കിയിട്ടും പറന്നിങ്ങനെ നിൽക്കുമായിരുന്നു. അങ്ങനെ വലിയൊരു യുദ്ധം തന്നെയായിരുന്നു ഞാനും കുഞ്ഞേറ്റിയും പൈങ്കിളിയും സാരീനോട്. അപ്പം നമ്മുടെ മമ്മയാണ് നമുക്ക് സാരി എല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് തന്നിട്ടുള്ളത്. എന്നിട്ട് തന്നെ എങ്ങനെയൊക്കെയോ ഇപ്പോൾ ഒതുങ്ങിയിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് പടപടപ്പൻ സാരി ഇഷ്ടമല്ല, പക്ഷേ ഈ ഒരു ഡിസൈനും കളറൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടമായി. അങ്ങനെ നമ്മുടെ മമ്മയും അമ്മച്ചിയും ദാ എല്ലാവരും ദാ ഐസ്ക്രീം എല്ലാം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് പോകാനുള്ള പരിപാടിയാണ് കേട്ടോ. അപ്പം ഞാനിങ്ങനെ ചോക്കോബാർ ഇങ്ങനെ കഴിക്കുകയാണ്. അപ്പം നമ്മുടെ ഐസ്ക്രീം വന്നിട്ട് ഫിസീൻ്റെ ഐസ്ക്രീമാണ് കേട്ടോ. അങ്ങനെ നമ്മളിപ്പോൾ വന്നിരിക്കുന്ന ഈ ഒരു എൻട്രൻസ് അല്ലാതെ നമ്മുടെ അമ്പലത്തിൻ്റെ അപ്പുറത്തെ സൈഡിലും ഒരു എൻട്രൻസ് ഉണ്ട്. അപ്പോൾ കറക്റ്റ് നമ്മുടെ അമ്പലത്തിൻ്റെ ലൊക്കേഷൻ എവിടെയാണെന്ന് ചോദിച്ചാൽ മീനങ്ങാടിയിലാണ്. പക്ഷെ നമ്മുടെ ഈ റൂട്ട് വേറൊരു റൂട്ടാണ് കേട്ടോ. അപ്പം നല്ല രസമുണ്ടായിരുന്നു ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ, വെയിൽ കൊള്ളാതെ ഇരിക്കാമല്ലോ. അപ്പം നമ്മളിങ്ങനെ ഇവിടെ ഇരിക്കുകയാണ്. നമ്മളിനി നേരെ ഇങ്ങോട്ടാണ്, വീട്ടിലേക്കാണ്. അപ്പം നല്ല ക്ഷീണമുണ്ട് എല്ലാവർക്കും. അപ്പം നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലൂടെ കാണാം. എല്ലാവർക്കും ബൈ.